ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് എന്താന്ന് വെച്ചാല് ബിടെക്കിലെ SGPA CGPA ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ സംഭവമാണ് നമ്മളുടെ ബിടെക് ലാബ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ബിടെക് ലാബ് സെക്ഷൻ നമുക്കറിയാം. ഇപ്പൊ നമുക്ക് എല്ലാ വീക്കിലും ഒരു 2 days അല്ലെങ്കിൽ 1 day ഒക്കെ ആയിരിക്കും ലാബ് സെക്ഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മൾ മാക്സിമം ആ സെക്ഷൻസ് ലീവ് എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ കൂടുതൽ ലീവ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ ഇപ്പം ഒരു വീക്കിൽ 2 ദിവസം ലാബ് ഉള്ളെങ്കിൽ ഇപ്പൊ അടുത്ത വീക്കിൽ ആ ഒരു ദിവസം പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ ആ ഒരു ലാബ് അപ്പൊ പോവുമല്ലോ. അപ്പൊ നമ്മുടെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. 4 മാസമാണ് ഒരു സെമ്മ് വരുന്നതെങ്കിൽ അതിൽ എല്ലാ ആഴ്ചയിലും 2 ദിവസം ഉള്ളായിരിക്കും ലാബ്. അപ്പം അത് നമ്മൾ സ്കിപ്പ് അടിക്കുവാണെങ്കിൽ നമ്മളുടെ അറ്റൻഡൻസ് ഭയങ്കര കുറവാകും. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ലാബ് ഉള്ള ദിവസം നിങ്ങളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 3 മണിക്കൂറത്തെ അറ്റൻഡൻസ് ആണല്ലോ പോകുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ കയറുന്ന ദിവസം വെറും 0.1% ഒക്കെ ആയിരിക്കും കൂടുന്നത്. പക്ഷെ ഇറങ്ങുമ്പോൾ അതുപോലല്ല, 0.5 0.6 ഒക്കെ പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ബിടെക് ലാബ് സെക്ഷൻസ് അറ്റൻഡൻസ് കളയാതെ നോക്കുക. അത് കളയാതിരിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മളുടെ ക്രെഡിറ്റ് വരുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് S ഗ്രേഡ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ഈ ബിടെക് ലാബ് എന്ന് പറയുന്നത്. ഈ ലാബ് സെക്ഷൻസിനാണ്. കാരണം നമുക്ക് അതിന്റെ എക്സാം വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. വൈവ അതിന്റെ പ്രൊസീഡും ഇന്റേണൽ എക്സാമും എക്സ്റ്റേണലും ഒക്കെ നല്ല മാർക്ക് നമുക്ക് അവർ ഇട്ട് തരും. പിന്നെ നമുക്ക് പ്രൊസീഡ് പോലും കിട്ടാത്തതിനാണ് ലാബൊക്കെ നമ്മൾ ഫെയിൽ ആവുന്നത്. അപ്പം അങ്ങനെ പ്രൊസീഡ് കിട്ടിയാൽ തന്നെ ബാക്കി മാർക്ക് ഇരിക്കും നമ്മുടെ അറ്റൻഡൻസിലാണ്. അപ്പം അറ്റൻഡൻസ് നിങ്ങൾ മാക്സിമം ലാബ് സെക്ഷൻസ് കളയാൻ നോക്കുക. അപ്പൊ നമുക്ക് ആ 2 ലാബിന് S കിട്ടുന്നത് കൊണ്ട് നമ്മളുടെ SGPA അവിടെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ SGPA ഇംപ്രൂവ് ആവുന്ന അനുസരിച്ച് നമ്മുടെ CGPA അതിനനുസരിച്ച് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ലാബ് സെക്ഷൻസ് മാക്സിമം അറ്റൻഡൻസ് കളയാതിരിക്കുക. ലീവ് എടുക്കണം തോന്നുമ്പോൾ നിങ്ങൾ ബാക്കി കൂടുതൽ വരുന്ന സബ്ജക്ട്സ് ഏതാണോ അത് നോക്കിയെടുക്കുക. ഇപ്പൊ ലാബ് എല്ലാവരും കളയാണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.